മണ്ണാർക്കാട് തച്ചമ്പാറയിൽ 30 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അങ്കണവാടി കെട്ടിടം ചെരിഞ്ഞു. തച്ചമ്പാറ വലിയ വീട് അങ്കണവാടി കെട്ടിടമാണ് ഒരു വശം ചെരിഞ്ഞത്. അങ്കണവാടിയുടെ പ്രവർത്തനം നിർത്തി വാടക മുറിക്കായി നെട്ടോട്ടം. അധ്യയന വർഷാരംഭത്തിന്റെ മുന്നോടിയായാണ് കെട്ടിടത്തിന്റെ വലതുവശം ചരിഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടത്. തറ താഴ്ന്ന ഭിത്തി ഉൾപ്പെടെ കെട്ടിടത്തിന്റെ വലതുവശം ചരിഞ്ഞാണ് നിൽക്കുന്നത്. ഈ ഭാഗത്ത് ഗ്രില്ല് വളഞ്ഞ് പുറത്തേക്ക് തള്ളിയ നിലയിലാണ്. പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കെട്ടിടം അങ്കണവാടി പ്രവർത്തിക്കാൻ യോഗ്യമല്ലെന്ന് റിപ്പോർട്ട് നൽകി. ഇതോടെ അങ്കണവാടിയുടെ പ്രവർത്തനം നിർത്തി. 2013-14 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചത്. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തും തുക അനുവദിച്ചു. നിലവിൽ ഒരു നില മാത്രമുണ്ടായിരുന്ന കെട്ടിടത്തിന് മുകളിൽ മറ്റൊരു നില കൂടി നിർമ്മിച്ചു. ഇതുൾപ്പെടെ ഏതാണ്ട് 30 ലക്ഷം രൂപ ഈ കെട്ടിടത്തിനായി പല ഘട്ടങ്ങളിലായി അനുവദിച്ചെന്നാണ് കണക്ക്. 9 കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. മുകളിലത്തെ നില പണിതതോടെയാണ് കെട്ടിടത്തിന് ബലക്ഷയം സംഭവിച്ചതെന്നാണ് കരുതുന്നത്. ഒരു നില നിർമ്മിക്കാനുള്ള ബലത്തിലാണ് തറ പണിതിരുന്നത്. ഇത് പരിഗണിക്കാതെ മറ്റൊരു നില കൂടി പണിയുകയായിരുന്നു. 9 കുട്ടികൾ പഠിക്കുന്ന അങ്കണവാടിക്ക് എന്തിന് 30 ലക്ഷം രൂപ ചെലവിൽ 2 നില കെട്ടിടം എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. കുട്ടികൾക്ക് അവധിയും നൽകി വാടക കെട്ടിടം തിരഞ്ഞ് നെട്ടോട്ടം ഓടുകയാണ് അധികൃതർ. ചില കരുതലുകൾ ബന്ധങ്ങൾ പോലെ അമൂല്യങ്ങളാണ്. പഴരി ഗോൾഡ്, തലമുറകൾ കൈമാറിയ ആത്മബന്ധം.